ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന പ്രശസ്ത മുദ്രാവാക്യം കേൾക്കാത്തവരായി ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആണ് ഹസ്രത്ത് മൊഹാനി. വിപ്ലവം ജയിക്കട്ടെ എന്നർത്ഥം വരുന്ന ഈ ഉറുദു വാക്യം മുന്നോട്ട് വെച്ച ആൾ സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുമായ അദ്ദേഹം ഉറച്ച ഇസ്ലാം വിശ്വാസിയും കൃഷ്ണ ഭക്തനും സൂഫി ആരാധകനും കൂടെയായിരുന്നു. 1875 ഉത്തർപ്രദേശിലെ ഉന്നാവിൽ മൊഹാൻ എന്ന ഗ്രാമത്തിൽ ജനിച്ച സയ്യദ് ഫസൽ ഉൽ ഹസൻ സ്വീകരിച്ച തൂലിക നാമമായിരുന്നു ഹസ്രത്ത് മൊഹാനി എന്നത്. കവിതകൾ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് സ്വന്തം ഗ്രാമത്തിന്റെ പേര് കൂടി ചേർത്ത് ഹസ്രത്ത് മൊഹാനിയായി മാറിയത്. ഇറാനിൽ നിന്നും കുടിയേറിയവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പിന്നീട് മാറിയ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അക്കാലത്ത് കടുത്ത ബ്രിട്ടീഷ് അനുകൂലികളുടേതായിരുന്ന ആ കോളേജിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന് മൊഹാനി പുറത്താക്കപ്പെട്ടു. ബിരുദം പൂർത്തിയാകും മുമ്പ് 3 തവണ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നുവെങ്കിലും 1903 അദ്ദേഹം ബിരുദം നേടി. അടുത്ത വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ തന്റെ കോൺഗ്രസ് പ്രവേശനം മൊഹാനി വിളംബരം ചെയ്തു. 1907 സൂറത്ത് AICCക്ക് ശേഷം ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനം എഴുതിയതിന്റെ പേരിൽ മൊഹാനി അറസ്റ്റ് ചെയ്യപ്പെടുകയും 1 വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാവുകയുമുണ്ടായി. അദ്ദേഹത്തിന് അന്ന് 500 രൂപ പിഴയും ചുമത്തി. എന്നാൽ ആ പിഴ അടക്കാത്തതിന്റെ പേരിൽ മൊഹാനിയുടെ വിലപ്പെട്ട പുസ്തക ശേഖരം വെറും 60 രൂപയ്ക്ക് ലേലത്തിൽ വിൽക്കുകയും ചെയ്തു. സമരവേദികളിലെങ്ങും ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന ഉജ്ജ്വല മുദ്രാവാക്യം മൊഹാനി രൂപപ്പെടുത്തിയതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ സൈമൺ കമ്മീഷന് എതിരെയുള്ള പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത ലാലാ ലജ്പത് റായിയെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള യുവനേതാക്കൾ ഇതിനെതിരെയുള്ള രോഷം ആളിക്കത്തുകയും ചെയ്തു. അതിനിടെ പൊതുസുരക്ഷാ ബില്ലെന്നും വ്യാപാര തർക്ക ബിൽ എന്നുമുള്ള 2 ജനവിരുദ്ധ നിയമങ്ങൾ പാസാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഭഗത് സിംഗും കൂട്ടുകാരും തീരുമാനിച്ചു. കേന്ദ്ര നിയമ നിർമ്മാണ സഭയിൽ കടന്നുകയറി ആർക്കും അപകടം ഉണ്ടാക്കാത്ത വിധം ഞെട്ടിപ്പിക്കുന്ന ശബ്ദമുള്ള ഒരു ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാനായിരുന്നു പരിപാടി. ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ആ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. ആദ്യമായി ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവർ മുഴക്കുകയും ചെയ്തു. ബോംബെറിഞ്ഞവർ മുൻ തീരുമാനപ്രകാരം അറസ്റ്റിന് വിധേയരായി. ഈ സംഭവം മുതൽ സ്വാതന്ത്ര്യദാഹികളായ മുഴുവൻ ഇന്ത്യക്കാരുടെയും മുദ്രാവാക്യമായി ഇൻക്വിലാബ് സിന്ദാബാദ് മാറുകയായിരുന്നു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത നേതാക്കളിൽ ഒരാൾ കൂടെയായിരുന്നു മൊഹാനി. കാൺപൂരിൽ നടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന്റെ റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായിരുന്നു അദ്ദേഹം. എന്റെ വഴി സന്യാസത്തിന്റെയും വിപ്ലവത്തിന്റേതുമാണ്. ഞാനൊരു സൂഫിയാണ്, വിശ്വാസിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുസ്ലിമാണ് എന്നാണ് മൊഹാനി അന്ന് പ്രസംഗിച്ചത്. ഗാന്ധിജിയോടോ നെഹ്റുവിനോടോ ഡോക്ടർ അംബേദ്കറോടോ ജിന്നയോടോ എല്ലാവരോടും ന്യായമെന്ന് തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരുന്നു മൊഹാനി. സ്വതന്ത്ര പ്രവിശ്യകളുടെ ഒരു ഫെഡറേഷൻ ആയിരിക്കണം ഇന്ത്യയെന്നും പ്രവിശ്യകൾക്കെല്ലാം സ്വയം ഭരണാധികാരം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ നിയമസഭയും ഗവർണറും ഒക്കെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനങ്ങളെ ഒതുക്കാൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവർണർമാരെ നിയമിച്ച് അവരിലൂടെ തങ്ങളുടെ ഇംഗിതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ അവസ്ഥയെ ഹസ്രത്ത് മൊഹാനി നേരത്തെ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന ഒരു വാക്കുകൂടി ചേർക്കണമെന്നും ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹം വാദിച്ചിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം 1976 മാത്രമാണ് ആ വാക്കുകൂടി ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നും ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നല്ല നേതാവായിരുന്നു അദ്ദേഹം. സംഭവബഹുലമായ ആ മഹാന്റെ ത്യാഗോജല ജീവിതത്തിന്റെ അന്ത്യം 1951 മെയ് 19 എന്നിരുന്നാലും ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന ആവേശോജ്വലമായ മുദ്രാവാക്യം നിലനിൽക്കുന്നിടത്തോളം കാലം ജനമനസ്സുകളിൽ ഹസ്രത്ത് മൊഹാനി ജീവിക്കുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാതെ പോയ ഒരു മഹാനായ വ്യക്തി കൂടിയാണ് ഹസ്രത്ത് മൊഹാനി.